വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ മൂർത്തിയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ കുഞ്ഞിനെ ഇങ്ങനെ കട്ടിൽ കിടത്തിയിരിക്കുകയാണ്. മൂർത്തി അരുണയും ചേർന്ന് അതിനെ കളിപ്പിക്കുകയും ചെയ്യായിരുന്നു. അമ്മയും കൂടെയുണ്ട്. അന്നേരം അതിനെ കുളിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പണ്ട് പാളയെ കിടത്തിയാണ് മൂർത്തിയെ കുളിപ്പിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയും ഉണ്ടായിരുന്ന സമയമാണ്. അന്ന് ചില നാട്ടു വിദ്യകളൊക്കെ അമ്മ കാണിക്കും, നമ്മളൊക്കെ പേടിച്ചു എന്നൊക്കെ പറയാം. അതിൻ്റെ ഗുണമൊക്കെ അവനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ മോളെ കുളിപ്പിച്ചത്, എനിക്കിതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലുള്ള ആഗ്രഹങ്ങളാണെന്നൊക്കെ ഇങ്ങനെ അരുണ വിഷമത്തോട് പറയുമ്പോൾ അതൊക്കെ മാറിയില്ലേ, ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് കുട്ടിക്കൊരു പേരിടണ്ടേ എന്ന് പറയുകയാണ്. അന്നേരം വേണം എന്നിങ്ങനെ അമ്മയും പറയുന്നുണ്ട്. അന്നേരം മൂർത്തി പെട്ടെന്ന് പേര് ഭാഗ്യം എന്നിട്ടാലും നമ്മുടെ വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവന്നവളല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അരുണ പറയുന്നുണ്ട്, എൻ്റെ പേരുമായിട്ട് സാമ്യമുള്ള ഒരു പേര് വേണമെന്ന്. അന്നേരം എങ്കിൽ പിന്നെ ഞാൻ വേറെ ഒറ്റ പേരേ ഉള്ളൂ, അതൊരു അക്ഷരം അങ്ങോട്ട് ഒരു അടയാളം മാറ്റിയാൽ മതി, അരണയെന്ന് പറയുകയാണ്. അന്നേരം ഇപ്പോൾ മൂർത്തി എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇവരുടെ ഈ ചിരിയും തമാശയൊക്കെ കേട്ടുകൊണ്ട് അച്ഛനാണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം അരുണ അങ്ങോട്ട് എഴുന്നേറ്റ് കസേര അച്ഛനെ കൊടുക്കുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കും. പേരിടുന്നതിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ചിരിയും കളിയൊക്കെ വന്നിട്ട് എത്ര നാളെ എല്ലാം മോള് കൊണ്ടുവന്ന ഭാഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കാർത്തൂന്നായാലോ എന്നിങ്ങനെ അമ്മ ചോദിക്കണം. അപ്പോൾ എൻ്റെ പേരുമായിട്ട് സാമ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊരു പഴഞ്ചൻ പേരാണെന്ന് ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് മൂർത്തിയോട് പറയുകയായിരുന്നു സുബ്രഹ്മണ്യ തിരുമുൽപ്പാടിനെ വിളിച്ച് ചോദിക്കാനായിട്ട്. അന്നേരം അത് നല്ലൊരു ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് മൂർത്തി ഒരു ജ്യോത്സ്യനെ വിളിക്കുന്നുണ്ട്. അന്നേരം എന്താ മൂർത്തി വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ മോൾക്കൊരു പേരിടണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പിന്നെ തിരുമുൽപ്പാട് ഒരു പേര് നിർദ്ദേശിക്കാമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭാഗ്യം മഹാലക്ഷ്മി അല്ലേ മോള്, പിന്നെ വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവന്നവളല്ലേ, സുന്ദരിയല്ലേ മോളെന്നൊക്കെ ചോദിക്കുക. അന്നേരം അതേന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ വേറൊരു പേരിടാനില്ല, മഹാലക്ഷ്മി ഐശ്വര്യം എല്ലാം കൊണ്ടുവന്നവൾ, പിന്നെ ഭാഗ്യലക്ഷ്മി എന്നിടാന്ന് പറയുകയാണ്. അന്നേരം മൂർത്തിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം പേരിടിച്ചിടങ്ങനെ വിളിക്കുക, അപ്പോൾ ഉറപ്പായിട്ട് എത്തണമെന്ന് പറയുമ്പോൾ എത്താമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം പേര് ഇവരോട് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. അന്നേരം എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ഭാഗ്യമുണ്ട്, മഹാലക്ഷ്മിയുണ്ട്, ഇതിൽ കൂടുതൽ എന്ത് വേണം, നമ്മുടെ മോള് ഭാഗ്യം തന്നെയാണെന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം ഇനി എല്ലാവരെയും വിളിച്ച് നമുക്കൊരു പേരിടൽ ചടങ്ങ് നടത്താം, എത്ര ദിവസമായിട്ടാണ് മോള് കുറേ പേര് കേൾക്കുന്നത്, ഇനി സ്വന്തമായിട്ടൊരു പേരുണ്ടാകുമല്ലോ എന്നിങ്ങനെ അരുണ പറയുന്നുണ്ട്. എന്നെല്ലാം വീണ്ടും കുഞ്ഞിനെ കളിപ്പിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിനെ പേര് പറയുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം മോൾക്ക് പേര് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ അരുണ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ഹോട്ടലാണ് കാണിക്കുന്നത്. അവിടത്തേക്ക് ഒരു ഹോട്ടൽ നടത്തുന്ന സ്ത്രീയാണ്. അവരിങ്ങനെ ഓട്ടോയിൽ വരുന്നുണ്ട്. എന്നിട്ട് കഥമൊക്കെ തുറന്നകത്തേക്ക് കയറിയ ഒരു ക്രിസ്ത്യൻ ചട്ടയും മുണ്ടൊക്കെ വേഷം ധരിച്ചൊരു സ്ത്രീയാണ് കാണിക്കുന്നത്. അവർ വന്ന് ഹോട്ടൽ തുറക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് അപ്പുറത്ത് ആ ഹോട്ടലിൻ്റെ ആ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് തറയിൽ ഇങ്ങനെ പിന്നെ ശാരിക കിടക്കുകയാണ്, കിടന്ന് ഉറങ്ങുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അന്നേരം ഇവരിങ്ങനെ ഓടി ചെല്ലുന്നുണ്ട്, എണീറ്റ് എന്ന് പറയുകയാണ്. അന്നേരം ശാരിക പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നിന്നെ പോലുള്ളവരെയൊന്നും ഇതിനകത്ത് കയറ്റില്ല എന്ന് പറയുമ്പോൾ വിശന്നിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നാണെങ്കിൽ അത് പോകാൻ നോക്കുക, അങ്ങനെയുള്ളവരെ ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പൊയ്ക്കോളാം, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ, ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി എന്ന് പറയുമ്പോൾ ഇവർക്കൊരു സങ്കടം തോന്നുന്നുണ്ട്. അന്നേരം ആ തരാം എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ ഇരുന്നൊരു വെളിയിൽ തന്നെയാണ് നിർത്തുന്നത്. എന്നിട്ട് പാക്കറ്റ് ബ്രെഡ് എടുത്ത് കൊടുക്കുകയാണ്. അന്നേരം അതങ്ങോട്ട് വാങ്ങിച്ച് അരിയോ പെട്ടെന്ന് കൊണ്ട് ആർത്തിയോടെ കഴിക്കുകയാണ്. അന്നേരം നിൽക്കി വെള്ളം കൂടി തരാമെന്ന് പറഞ്ഞ ഒരു ജഗ്ഗിൽ വെള്ളം കൊടുക്കുമ്പോൾ അതും കുടിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി പാക്കറ്റ് ബ്രെഡ് ശാരികയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് വെച്ചോ എന്ന് പറയുകയാണ്. എന്നിട്ട് പൊയ്ക്കോളാൻ പറയും. അന്നേരം ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം നിന്നെ പോലെയുള്ളവരെ അകത്ത് കയറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയുള്ള ആളല്ല, എങ്കിലും വന്ന് ഭക്ഷണം ചോദിക്കില്ലല്ലോ. അന്നേരം കാലം വളരെ മോശമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്, VIP കളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ഥലമാണ്, ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല, പൊയ്ക്കോ എന്ന് പറയും. അന്നേരം ഞാൻ പൊയ്ക്കോളാം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടത്തേക്ക് ഒരു കാറ് വരുന്നുണ്ട്. അന്നേരം ശാരി ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് റസാക്കാണ് ഇറങ്ങി വരുന്നത്. അന്നേരം റസാക്കിനെ കണ്ടുകൊണ്ട് ശാരിക പെട്ടെന്നങ്ങ് അപ്പുറത്തേക്ക് മാറുകയാണ്. റസാക്ക് വന്നിട്ട് ഇവരോട് ഒരു ചായ വേണമെന്ന് പറയുമ്പോൾ എടുക്കാൻ അങ്ങോട്ടിരിക്കും സാറേ എന്ന് പറയുമ്പോൾ ഇവർ പോയി ചായ എടുത്തുകൊണ്ട് വന്ന് റസാക്കിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ സമയത്ത് ശാരിക ആണെങ്കിൽ അവിടെ അപ്പുറത്തെ സൈഡിലേക്ക് മറഞ്ഞു നിന്ന് റസാക്കിനെ ഇങ്ങനെ നോക്കിയാണ്, പേടിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി റസാക്കിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ശാരിക ചേച്ചിയുടെ ഒരു ഫോട്ടോ കൂടി ഞാൻ അയച്ചിട്ടുണ്ട്, നൈറ്റിയാണ് വേഷം, എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിനും അടുത്തുള്ള പോലീസ് സ്റ്റേഷനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, ഇന്നത്തോടു കൂടി ആളിനെ കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ റസാക്ക് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് റസാക്കിനെ ആ ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്. അന്നേരം ശാരിക ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ആ നൈറ്റി ഡ്രസ്സിൽ ആ ഒരു ഫോട്ടോ തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം റസാക്ക് പിന്നീട് കാശും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ ശാരിക ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഈ സ്ത്രീ ഇവർ ഹോട്ടലിടത്തുന്ന ആ ഒരു സ്ത്രീ കാണുകയാണ്. അന്നേരം നീ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കുമ്പോൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാരിക പതിയെ ആ ഒരു ബ്രെഡ് കയ്യിലിരിക്കുന്നുണ്ട് എന്നിങ്ങനെ നടന്ന് പോവുകയാണ് കാണിക്കുന്നത്. സമയം റസാക്ക് അങ്ങ് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അന്നേരം ഈ ഹോട്ടൽ ഒരു റെസ്റ്റോറൻ്റാണ്, ഗാർഗീസ് കിച്ചൺ എന്നൊരു പേരാണ് കാണിക്കുന്നത്. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ് രുചികരമായ നല്ല ഭക്ഷണം എന്നൊക്കെ കാറ്ററിംഗ് സർവീസ് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ശാരിക നടന്നങ്ങ് പോകുന്നുണ്ട്.
ഇതേ സമയം മഹേന്ദ്രൻ്റെ വീട്ടിൽ അവിടെ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ ചാച്ചപ്പനാണെങ്കിൽ മഹേന്ദ്രൻ്റെ അടുത്ത് വരുന്നുണ്ട്. അന്നേരം സാറേ ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയാണ്, കൈബദ്ധം പറ്റിപ്പോയതാണ്, ആ പയ്യൻ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയതാണ്, അങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്, മനഃപൂർവ്വം അല്ല, എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ്. അന്നേരം സ്വാമി ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. മഹേന്ദ്രൻ ഈ ചാച്ചപ്പൻ്റെ കണ്ണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അന്നേരം നീ ഇപ്പോൾ എന്നെയാണ് പെടുത്തിയിരിക്കുന്നത്, നീ ഇപ്പോൾ ചെയ്തത് ഞാൻ പലതവണ ആ പയ്യനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്നെ രക്ഷിക്കണം സാറേ, ശിവൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ പിന്നെ കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം നീ ഈ പറയുന്ന ശിവൻ്റെ അച്ഛനാണ് ഞാൻ, എൻ്റെ ദേഹത്തവൻ കൈവയ്ക്കാത്തത് ഞാൻ അവൻ്റെ അച്ഛനായതുകൊണ്ടാണ്, പിന്നെ നിനക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ നീ പോയി പോലീസിന് കീഴടങ്ങാൻ നോക്കുക, അതാണ് നിൻ്റെ ഒരു രക്ഷ, അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് കീഴടങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നെ കിട്ടിയാൽ അവൻ കൊന്നിട്ട് ജയിലിൽ പോകാനും അവൻ മടിക്കില്ല, എൻ്റെ മകനായതുകൊണ്ട് പറയുകയാണ്, അവൻ ജയിലിൽ പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നീ കീഴടങ്ങാൻ നോക്ക്, അപ്പം നിനക്ക് രക്ഷയാവും അവനും രക്ഷയാവും എന്ന് പറയുകയാണ്. അന്നേരം ഈ ചാച്ചപ്പം മഹേന്ദ്രൻ്റെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. അന്നേരം ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ അത് ചെയ്യാൻ കീഴടങ്ങ്, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിന്നെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങിയാൽ പിന്നെ അത് എന്നെയും കൂടി പെടുത്തത്തേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിന്നെ കിട്ടിയാൽ ഞാൻ ജയിച്ചതാണെന്നേ എല്ലാവരും കരുതത്തുള്ളൂ, നിന്നെ അബദ്ധമൊക്കെ ശരി തന്നെ എന്നൊക്കെ പറഞ്ഞ് മഹേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം ശരി, ഞാൻ അതുപോലെ ചെയ്യാം, ഇപ്പോൾ സാറും കൂടി കൈവിട്ട സ്ഥിതിക്ക് എനിക്ക് അതല്ലേ ഉള്ളൂ വഴി എന്നിങ്ങനെ പറയുമ്പോൾ ചെല്ല് എന്നിങ്ങനെ മഹേന്ദ്രൻ ഈ ചാച്ചപ്പനെ പറഞ്ഞു വിടുന്നുണ്ട്. അതേസമയം ശാരികയാണെങ്കിൽ ആ ഹോട്ടലിൽ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആ ഹോട്ടലിൻ്റെ വാതിൽക്കൽ നിന്ന് ആകെ സങ്കടപ്പെട്ട് കരയുകയാണ്, എങ്ങോട്ട് പോകണമെന്നറിയാതെ. അന്നേരം ഈ ഹോട്ടൽ നടത്തുന്ന സ്ത്രീയാണെങ്കിൽ വീണ്ടും അകത്തുനിന്ന് കാണുന്നുണ്ട്. അന്നേരം ശാരിക അടുത്തേക്ക് ചെല്ലുകയാണ്, നീ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് പോകാനായിട്ട് ഒരിടമില്ല, ഞാനൊരു അനാഥയാണ്, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകളാണ്, കുഞ്ഞ് എനിക്ക് നഷ്ടമായി, എൻ്റെ മോളെ എനിക്ക് കണ്ടെത്തണമെന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ ഭർത്താവും ചോദിക്കുമ്പോൾ മോൾ എൻ്റെ വയറ്റിൽ ജീവൻ ഇടിച്ചപ്പോഴേ അയാൾ എന്നെ ഉപേക്ഷിച്ച് പോയി, എനിക്ക് പോകാനൊരിടമില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം പിന്നെ കർത്താവ് നിന്നെ കൈവിടില്ല, കുഞ്ഞിനെ നിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കും, പക്ഷേ നിനക്ക് ജീവിക്കണമെങ്കിൽ ഭക്ഷണവും പൈസ ഇതൊക്കെ ആശ്രയമൊക്കെ വേണ്ടേ, അന്നേരം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താ നിൻ്റെ പേര് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാരിക എന്ന് പറയാമെന്ന ശാരികയാണെങ്കിൽ പെട്ടെന്ന് ശാരദ എന്നങ്ങ് പറയുകയാണ്. അന്നേരം ഈ കടലിലെ തിരമാല അടിക്കുന്നതും ഇടിമിന്നലും ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ശാരദ എന്ന് പറയുമ്പോൾ. അന്നേരം പേരൊക്കെ നല്ലത് തന്നെയാണ്, ശാരദ നല്ല പേരാണെന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും ജോലി അറിയാമോ എന്ന്. അന്നേരം ഭക്ഷണം ഹോട്ടൽ പണി അറിയാം, ഞാൻ കുടുംബശ്രീ ഹോട്ടലിൽ ജോലിക്ക് നിന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഇവിടെ എൻ്റെ കൂടെ നിന്നോളൂ, പിന്നെ ഇവിടെ ആകുമ്പോൾ ആ ജോലിയൊക്കെ നിന്നെ ഞാൻ സഹായിക്കാം, കുഞ്ഞിനെ കണ്ടെത്താൻ ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതാണ്, അവരുടെ അടുത്ത് കുഞ്ഞിനെ കാര്യം സംസാരിക്കാം, കുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്യാം, ഇവിടെ നിൽക്കാമെന്ന് പറയുകയാണ്. വാ എന്ന് വിളിച്ചുകൊണ്ട് അവരങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഈ ശാരിക മനസ്സിലാലോചിക്കുന്നുണ്ട്, അമ്മയുടെ പേര് ഞാൻ കടമെടുത്തിരിക്കുകയാണ്, പേര് മാത്രമല്ല അമ്മയുടെ കഷ്ടപ്പാടും, ഇതേ ഉള്ളൂ എനിക്കൊരു മാർഗ്ഗം എന്ന് പറഞ്ഞ് അവിടെ ആലോചിച്ച് നിൽക്കുമ്പോൾ എന്താ വരുന്നില്ലേ എന്നിങ്ങനെ അവർ വിളിക്കുകയാണ്. അന്നേരം വരുന്നു, എന്താ ആലോചിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശാരിക അവരോടൊപ്പം കൂടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവിടെ സത്യഭാമയുടെ വീട്ടിലെ രാഘവൻ നായരും പിള്ളയും കൂടി ഉമ്മറത്തിരിക്കുന്നുണ്ട്. പിള്ളയോട് ചോദിക്കുകയാണ്, ഭാമ പോയിട്ട് കുറേ നേരമായാലും എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കറിയത്തില്ല എന്ന് പിള്ള പറയുകയാണ്. അന്നേരം താൻ എന്തോട് കണക്ക് പിള്ളയാടോ എന്നൊക്കെ പറഞ്ഞ് പിള്ളയെ വഴക്ക് പറയുകയാണ്. ഈ സമയത്താണ് ഭാമ ഓട്ടോയിൽ വരുന്നത്, കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. അന്നേരം ഇവളെന്താ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം കുട്ടികളകത്തേക്ക് കയറുന്നുണ്ട്, ഭാമയും കയറുകയാണ്. അന്നേരം അച്ചച്ചാന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം സത്യഭാമ കുഞ്ഞോട് പറയുന്നുണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാനായിട്ട്. അന്നേരം ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയിട്ട് കഴിച്ചോളാം എന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം ചെല്ലങ്ങോട്ട് പൊന്നി ആൻറ്റി എടുത്ത് തരും, പൊന്നി എടുത്ത് കൊടുക്കുക, ചെല്ലു മക്കളെ എന്നും പറഞ്ഞ് കുട്ടികൾ നിർബന്ധമായിട്ട് പൊന്നിയുടെ കൂടെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഭാമ അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്തുവാ ഭാമയെ നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, കുട്ടികളെ എന്തിനാണ് ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നതെന്ന്. അതായത് എൻ്റെ കൊച്ചുമക്കളെ എൻ്റെ വീട്ടിലേക്കല്ലാതെ എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇറക്കി വിട്ടവരെ എല്ലാവരെയും കൊണ്ടുവരണമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിനെ ഈ സത്യഭാമ വേറെ ജനിക്കണം എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം നീ ഇവരെ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്താനാണോ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കൊച്ചുമക്കളെ എൻ്റെ വീട്ടിലാണ് വളരേണ്ടത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ പ്രായത്തിലെ കുട്ടികൾക്ക് വേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ്റെ സ്നേഹമോ അവർക്കത് അതിന് എങ്ങനെ കിട്ടാനാണെന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ സ്നേഹം അത് വേണ്ട, ഒരു മോശപ്പെട്ട സ്ത്രീയുടെ സ്നേഹം എന്തായാലും എൻ്റെ മക്കൾക്ക് വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമയെ നീ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം, മറ്റവരുടെ ഹൃദയത്തിലാണ് കൊള്ളുന്നതെന്നൊക്കെ നിനക്ക് ഓർമ്മ വേണം എന്നിങ്ങനെ പറയുകയാണ്. നിനക്ക് നീ കണക്ക് ദൈവത്തിന് മുന്നിൽ കണക്ക് പറയേണ്ടി
വരും. പിന്നെ ആശ്രിതമായിട്ട് അവസാന കാലത്ത് നിനക്ക് ആരും കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാമ പറയുകയാണ്, അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോണില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. പിന്നെ ചാവാൻ കിടക്കുന്ന നേരത്തല്ലേ, ആ സമയത്ത് എന്നെ എന്തായാലും വേസ്റ്റ് കുഴിയിൽ തള്ളത്തൊന്നുമില്ലല്ലോ, ആർക്കെങ്കിലും മനസ്സലിവ് തോന്നി അടക്കം ചെയ്തോളും. എന്തായാലും ഭാമ സത്യഭാമയുടെ രീതിക്ക് തന്നെയാണ്, ആരൊക്കെ കൂടെ വേണം ആരൊക്കെ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, നിനക്കെല്ലാം അഹങ്കാരമാണ്, പിടിവാശിയാണ്, പിന്നെ നിൻ്റെ ഇതൊക്കെ ഇതിൽ നിന്ന് നിൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുന്നു, അന്നേ നീ നന്നാകത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ഞാൻ അങ്ങോട്ട് സഹിച്ചു എന്നിങ്ങനെ പറഞ്ഞ് ഭാമ ആകെ ദേഷ്യത്തിൽ അകത്തേക്ക് വേണം. കുട്ടികളെ എൻ്റെ കൂടെ സത്യഭാമയുടെ കൊച്ചുമക്കൾ സത്യഭാമയുടെ വീട്ടിൽ വളരും എന്നിങ്ങനെ പറഞ്ഞിട്ട് വേറെ ആരുടെയും കൂടെ വേണ്ട എന്നിങ്ങനെ ശാലിനിയൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ട് അങ്ങകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് രഘുവിനെ ചോദിക്കുകയാണ്, പിള്ളേ ഈ ഭാമ എന്തോടെ പറയുന്നത്, എന്തൊക്കെ ഏത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പിള്ളേ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇത്രയുമേ ഈ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ശാരദാമ്മയുടെ പേരിൽ വീണ്ടും ഒരു ഹോട്ടൽ പണിക്കാരിയായിട്ട് ശാരിക അവിടെ ജീവിക്കുകയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇനി പക്ഷേ ഈ റസാഖൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ആ കടയിൽ വരുന്നതാണ്. അപ്പോൾ ഇനി ശാരികയെ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ള, ശാരികയെ കണ്ടെത്താനായിട്ട് അപ്പോൾ പ്രയാസം കാണില്ല. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.